അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, വളരെ ഉപകാരപ്രദമായ ഒരറിവ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപദേശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ ജ്യേഷ്ഠ സഹോദരി സഹോദരങ്ങളുണ്ട്, നമ്മുടെ ഗുരുനാഥന്മാരുണ്ട്, പണ്ഡിത സുഹൃത്തുക്കളുണ്ട്. പലപ്പോഴും ഇവരുടെ എല്ലാം ഉപദേശങ്ങൾ രണ്ട് ലോകത്തും നമുക്ക് പ്രയോജനപ്രദവുമാകും. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിനും ഉയർച്ചയ്ക്കുമൊക്കെ ഒരുപക്ഷെ ആ ഉപദേശങ്ങൾ കാരണവുമായി തീരാം. എന്നാൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉപദേശകനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏറ്റവും വലിയ ഉപദേശകനാണ്, അവസാനത്തെ ഉപദേശകനുമാണ്. അതിനപ്പുറം ഇനി ഒരു ഉപദേശകൻ നമുക്ക് വരാനുമില്ല. 4 കാര്യങ്ങളാണ് ആ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒന്ന്, പ്രവാചകൻ പറഞ്ഞു, മൻ അറാദ സ്വാഹിബൻ, ആരെങ്കിലും ഒരു കൂട്ടുകാരനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ജീവിതത്തിൽ കൂട്ടുകാരനെ കൊതിക്കാത്തവരാരുമില്ല. ആണായാലും പെണ്ണായാലും കൂട്ടിനൊരാൾ വേണം, കഥ പറയാൻ, കൂടെ നടക്കാൻ, നമ്മുടെ സന്തോഷങ്ങളിലും നമ്മുടെ ദുഃഖങ്ങളിലുമൊക്കെ പങ്കാളിയാകാൻ, നമ്മളെ നേർമാർഗത്തിലേക്ക് നയിക്കാനൊക്കെ ഒരു കൂട്ടുകാരെ ആഗ്രഹിക്കാത്തവരാരുമില്ല. നിങ്ങൾ ആരെങ്കിലും ഒരു കൂട്ടുകാരനെ ആഗ്രഹിക്കുകയാണെങ്കിൽ, കൊതിക്കുകയാണെങ്കിൽ, ഫല്ലാഹു യക്ഫീഹി, ഏറ്റവും വലിയ കൂട്ടുകാരൻ അവനെ സൃഷ്ടിച്ച റബ്ബാണ്. അള്ളാഹു അവന് മതി. എപ്പോഴും ആ അള്ളാഹു ആകുന്ന കൂട്ടുകാരൻ നമ്മളോടൊപ്പം ഉണ്ടാകും. രാത്രിയിലുമുണ്ടാകും, പകലുമുണ്ടാകും, സുഖത്തിലുമുണ്ടാകും, ദുഃഖത്തിലുമുണ്ടാകും. എപ്പോഴും നമ്മളോടൊപ്പം. ഒരിക്കലും ആ കൂട്ടുകാരൻ നമ്മെ കൈവിടിയുകയില്ല. ഭൗതികമായ കൂട്ടുകാരൊക്കെയും ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ചില ദുർബല നിമിഷങ്ങളിലൊക്കെയും നമ്മളെ വിട്ടു പിരിഞ്ഞേക്കാം, അവരുടെ അതൃപ്തി നമ്മൾക്കുണ്ടായേക്കാം. പക്ഷേ അള്ളാഹു ആകുന്ന കൂട്ടുകാരൻ ഒരിക്കലും നമ്മെ വിട്ടുപിരിയുകയില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒരു കൂട്ടുകാരനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫല്ലാഹു യക്ഫീഹി, ഏറ്റവും വലിയ കൂട്ടുകാരനായിട്ട് അള്ളാഹു മതി. അള്ളാഹുവിനെ കൂട്ടുകാരനാക്കിക്കോളൂ. പടച്ച തമ്പുരാൻ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകും. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ അറാദ മൂനിസൻ, നേരം പോക്കിനെ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ. ഒരുപാട് നേരമുണ്ട്, വീട്ടിലൊക്കെ ഒരുപാട് സമയമുണ്ട്. ആ സമയം എങ്ങനെയാണ് ചിലവഴിക്കുക? നേരം പോകുന്നില്ലല്ലോ എന്ന് പലരും പരാതിയും പരിഭവമൊക്കെ പറയാറുണ്ട്. നേരം പോകുന്നതിന് നമ്മൾ ആവശ്യമില്ലാത്ത നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ട. പലരും നേരം പോകുന്നതിന് വേണ്ടി പല കാര്യങ്ങളിലാണ് ഇടപെടുന്നത്. ഗെയിം കളിക്കുന്നവരുണ്ട്, മറ്റ് കളികളിൽ ഏർപ്പെടുന്നവരുണ്ട്. എന്നാൽ നിങ്ങളുടെ നേരം പോക്കുകാരൻ, ഏറ്റവും വലിയ നേരം പോക്കുകാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫൽ ഖുർആൻ യക്ഫീഹി. നേരം പോകണമോ? ഖുർആൻ എടുക്കൂ, ആ ഖുർആൻ ഓതൂ, ഖുർആൻ പഠിക്കൂ, ഖുർആനുമായിട്ട് ബന്ധപ്പെടൂ. ഏറ്റവും വലിയ നേരം പോക്കുകാരൻ ഫൽ ഖുർആൻ യക്ഫീഹി, ഖുർആനാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. മൂന്നാമതായിട്ട് മുത്തനബി തങ്ങൾ പറയുന്ന, മൻ അറാദ ഗിനൻ, ആരെങ്കിലും സമ്പന്നതയെ, ധന്യതയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ. ആരും സമ്പന്നതയും ധന്യതയും ഇഷ്ടപ്പെടാത്തവരുണ്ടാവുകയില്ല. എപ്പോഴും നമുക്ക് ധന്യതയുണ്ടാകണം, ഐശ്വര്യമുണ്ടാകണം, സമ്പത്തുണ്ടാകണം. മറ്റൊരാളുടെ സഹായമില്ലാതെ നമുക്ക് ജീവിക്കണം, മറ്റൊരാളുടെ മുന്നിലേക്ക് കൈനീട്ടാതെ നമുക്ക് അന്തസ്സോടെ ജീവിക്കണം. ഇതിനെ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അങ്ങനെ നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? മന്നറാദ ഗിനൻ, ആരെങ്കിലും സമ്പന്നതയെ, ധന്യതയെ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൽ ഖനാഅത്തു യക്ഫീഹി, ഉള്ളതുകൊണ്ടങ്ങ് തൃപ്തിപ്പെട്ടാൽ മതി. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ഐശ്വര്യം വന്നു ചേരും. അള്ളാഹു നമുക്ക് നൽകിയത് എന്താണോ, അത് കുറഞ്ഞതാകട്ടെ കൂടിയതാകട്ടെ, അതിലങ്ങ് തൃപ്തിപ്പെടണം. പടച്ചവൻ തന്ന ശരീരം, അള്ളാഹു തന്ന സൗന്ദര്യം, അള്ളാഹു തന്ന ആരോഗ്യം, അള്ളാഹു തന്ന കാഴ്ച, അള്ളാഹു തന്ന കേൾവി, അവൻ നൽകുന്ന ഭക്ഷണം, അവൻ നൽകിയ വീട്, അവൻ നൽകിയ വാഹനം, അവൻ നൽകുന്ന മക്കൾ എന്നു വേണ്ട ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ടോ അതിലങ്ങ് തൃപ്തിപ്പെടുക. അമിതമായതിനെ നമ്മൾ കൊതിക്കരുത്. അള്ളാഹു എനിക്കിതാണ് നൽകിയത്, നൽകിയ ഭാര്യ, അള്ളാഹു നൽകിയ ഭർത്താവ്, അള്ളാഹു നൽകിയ മക്കൾ, അള്ളാഹു നൽകിയ മരുമക്കൾ, ഇങ്ങനെ പടച്ച തമ്പുരാൻ നൽകിയതിലങ്ങ് തൃപ്തിപ്പെട്ടാൽ ഫൽ ഖനാഅത്തു യക്ഫീഹി, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ മതി. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യം അതാണ്, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധന്യത അതാണ്. അതിലൂടെ നമുക്ക് മനസ്സിന് സമാധാനമുണ്ടാകും, മനസ്സിന് ശാന്തി ഉണ്ടാകും. കിടന്നാൽ നമുക്ക് ഉറക്കം വരും. എപ്പോഴും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്തവരാണ് ജീവിതത്തിൽ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത്. അവിടെ മനസ്സിങ്ങനെ പായിച്ചുകൊണ്ടേയിരിക്കും.
ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു നോക്കൂ. പകലും സന്തോഷം, രാത്രിയിലും സമാധാനം. നമുക്ക് യാതൊരു ടെൻഷനും ഉണ്ടാവുകയില്ല. അള്ളാഹു നമുക്ക് ഐശ്വര്യങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അറാദ വാഇലൻ, ആരെങ്കിലും ഒരു വാഇലിനെ, ഒരു ഉപദേശകനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എന്നെ ഒന്ന് ഉപദേശിക്കുവാൻ, എന്നെ ഒന്ന് നന്നാക്കാൻ, എനിക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന് എന്നെ നന്നാക്കാൻ ഒരു ഉപദേശകനെ കിട്ടിയിരുന്നുവെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മൻ അറാദ വാഇലൻ, ആരെങ്കിലും ഒരു ഉപദേശകനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫൽ മൗതു യക്ഫീഹി, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഉപദേശകൻ മരണമാണ്. മരണമാണ് ഏറ്റവും വലിയ ഉപദേശകൻ. എത്രയോ മരണങ്ങൾ നമ്മുടെ കൺമുന്നിൽ, നമ്മുടെ തൊട്ടടുത്ത്, നമ്മുടെ മടിത്തട്ടിൽ കിടന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. കളിച്ചിരികൾ മാറുന്നതിന് മുമ്പ്, സ്നേഹിച്ച് തീരുന്നതിന് മുമ്പ്, ലാളിച്ച് കൊതിതീരുന്നതിന് മുമ്പ്, വാത്സല്യങ്ങൾ കൊടുത്ത് കൊതിതീരുന്നതിന് മുമ്പ്, ജന്മം നൽകിയ മാതാപിതാക്കളുടെ മരണം നമ്മളെ ഏറ്റവും പ്രയാസപ്പെടുത്തിയ മരണങ്ങളാണല്ലോ. കൺമുന്നിൽ മക്കൾ മരിച്ചു വീഴുന്നത്, ഭാര്യയുടെ മുന്നിൽ ഭർത്താവും, ഭർത്താവിൻ്റെ മുന്നിൽ പ്രിയതമയും മരണപ്പെട്ടു. ഇതൊക്കെയും നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്ന മരണങ്ങളാണ്. പ്രിയമുള്ളവരെ, തെരുവോരങ്ങളിൽ ആക്സിഡൻറ്റിൽ ചതഞ്ഞരിഞ്ഞ് മരണപ്പെടുന്നവർ, 18ഉം 20ഉം വയസ്സുള്ള ആൺ പെൺമക്കൾ മരിച്ചു പോകുന്നവർ, പള്ളിക്കാടിൻ്റെ മീസാങ്കല്ലുകൾക്ക് സംസാരിക്കുവാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിരുന്നുവെങ്കിൽ ആ 6 അടി മണ്ണിൻ്റെ ഉള്ളിൽ കിടക്കുന്ന 18കാരിയുടെ 22കാരൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും അവരുടെ കഥകളും ആ മീസാൻ കല്ലുകൾ വിളിച്ചു പറയുമായിരുന്നു. അങ്ങനെ എത്രയോ മരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് കണ്ടിരിക്കുന്നു. നമ്മൾ എത്രയോ മരണങ്ങൾക്ക് സാക്ഷികളാണ്. ഒരു മനുഷ്യന് നന്നാകുവാൻ ഈ മരണം മതി. ചിന്തിക്കണം, എൻ്റെ പ്രായക്കാർ എത്രയോ ആളുകൾ ഇന്ന് ലോകത്തിൽ അവർ മരണപ്പെട്ടു പോയി. എൻ്റെ കൂടെ കഴിഞ്ഞിരുന്നവർ, ഒരു വീട്ടിൽ കഴിഞ്ഞിരുന്നവർ, എൻ്റെ തോളിൽ കൈയിട്ട് നടന്നിരുന്നവർ, ഒരുമിച്ചൊരു ക്ലാസ്സിലിരുന്ന്, ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചിരുന്നവർ, എത്രയോ ആളുകൾ അവരൊക്കെയും ഇന്ന് ഭൂമിയിലില്ല. 6 അടി മണ്ണിൻ്റെ ഉടമകളാണ്. അപ്പോൾ ഒരു മനുഷ്യനെ നന്നാകുവാൻ മരണം മതി. ഏറ്റവും വലിയ ഉപദേശം, മരണം എപ്പോഴും മനുഷ്യനെ മാടി വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അനുവാദം ചോദിക്കാതെ ഏതൊരു മനുഷ്യൻ്റെയും അടുക്കലേക്ക് കടന്നു വരുന്നതാണല്ലോ മരണം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, എത്രയെത്ര കരുകരുത്ത ചെറുപ്പക്കാർ, ജീവിതത്തിൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നവർ, സ്വപ്നങ്ങളുണ്ടായിരുന്നവർ, സങ്കല്പങ്ങളുണ്ടായിരുന്നവർ, ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിരുന്നവർ, എത്രയോ ആളുകൾ ഇന്ന് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞ് മരണത്തെ പുൽകിയിരിക്കുകയാണ്. ഒരു വീട് പണിതുയർത്തിയിട്ട് ആ വീടിലേക്ക് കയറിയിട്ട് താമസിക്കാൻ കൊതിച്ചവർ, അങ്ങനെ എത്രയെത്രയോ, ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി കൊതിച്ചിരുന്നവർ, ഒരു ജോലിക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരുന്നവർ, അങ്ങനെ 1000 മോഹങ്ങളും സങ്കല്പങ്ങളും എല്ലാം ഒന്നും പൂവണിയാതെ മരണത്തിൻ്റെ അടിമകളായി മരണത്തെ പുൽകിക്കൊണ്ടുപോയവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അറാദ വാഇലൻ, ഒരു മനുഷ്യനൊരു ഉപദേശകനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും വലിയ ഉപദേശകൻ ആരാണെന്നറിയാമോ? ഫൽ ഖനാഅത്തു യക്ഫീഹി, മരണം മതി അവന്. മരണമാണ് ഏറ്റവും വലിയ ഉപദേശം. ചിന്തിക്കണം, ഒരു നിമിഷം നമ്മുടെ ബെഡിലേക്ക് നമ്മൾ കിടന്നിട്ട് ഒരല്പം, ഒരു 5 മിനിറ്റ് നമ്മുടെ മനസ്സിനെ ഒന്ന് പായിച്ച് നോക്കണം. റബ്ബേ, ഞാനും മരിക്കുമല്ലോ, എൻ്റെ കൂടെയുള്ളവർ, എൻ്റെ പ്രായക്കാർ, എന്നോടൊപ്പം കളിച്ച് ചിരിച്ച് നടന്നവരൊക്കെയും മരണത്തെ പുൽകി. നാളെ ഞാനും മരണത്തിലേക്കാണ്. ആ മരണമാണ് ഒരു മനുഷ്യനെ നന്നാക്കുന്നത്. മരണമെന്ന് പറയുന്ന ഉപദേശകൻ നമ്മൾ നന്നാക്കിയില്ലെങ്കിൽ ലോകത്തൊരു ഉപദേശകനെ കൊണ്ടും നമ്മൾ നന്നാക്കാൻ സാധിക്കുകയില്ല. ആ മരണം ഏറ്റവും വലിയ ഉപദേശകനാണ്. എന്നിട്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു സംഗതിയുണ്ട്. ഈ 4 കാര്യങ്ങൾ കൊണ്ട് നീ ഉപദേശം ഉൾക്കൊള്ളാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, ഈ 4 കാര്യങ്ങൾ നിന്നെ നന്നാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഫന്നാറു യക്ഫീഹി, പിന്നെ അവന് നരകം മതി. പിന്നെ അവൻ്റെ സങ്കേതം നരകമാണ്. കാരണം പ്രിയമുള്ളവരെ, ഒന്ന് നമ്മുടെ കൂട്ടുകാരനായിട്ട് അള്ളാഹു തന്നെയാകണം. നമ്മുടെ നേരം പോക്കിന് വിശുദ്ധമായ ഖുർആൻ, എന്തെല്ലാം കാര്യങ്ങൾ ഖുർആൻ പഠിക്കുക, അത് നമ്മൾ പ്രാവർത്തികമാക്കുക, അതിനെ ഓതുക, ഒരു ചെറിയ ഒരായത്തെങ്കിലും ഒരു ദിവസം നമ്മൾ പഠിക്കാൻ പരിശ്രമിക്കുക. പിന്നെ നമ്മുടെ സമ്പന്നത ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. മറ്റൊന്ന്, ഏറ്റവും വലിയ ഉപദേശകൻ മരണം. ഈ 4 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നന്നാകാൻ കഴിയണം. അതിനും നമുക്ക് നന്നാകാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂട്ടുകാരാകുന്നില്ല എങ്കിൽ ഫന്നാറു യക്ഫീഹി, അവന് മരണം മതി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളിത് ശ്രവിക്കണം. നിങ്ങളുടെ മറ്റുള്ളവരിലേക്ക് ഇതിനെ എത്തിച്ചു കൊടുക്കണം. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇതുപോലെയുള്ള പ്രയോജനപ്രദമായ അറിവുകൾ
വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എത്തുന്നതിന് വേണ്ടി കൂട്ടത്തിൽ ദുആയും ചെയ്യുക. അള്ളാഹു 2 ലോകത്തും വിജയിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.